ബോളിവുഡ് താരങ്ങളുടെ മാനേജർമാരുടെ ശമ്പളം എത്രയാണെന്നറിയാമോ? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഷാരൂഖ് ഖാന്റെ മാനേജർ പൂജ ദഖ്ലാനി, പ്രിയങ്ക ചോപ്രയുടെ മാനേജർ അഞ്ജുല ആചാരി, കരീന കപൂർ ഖാന്റെ മാനേജർ പൂനം ദമാനിയ എന്നിങ്ങനെ ബോളിവുഡിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റി മാനേജർമാരുടെ ശമ്പളം എത്രയാണെന്നറിയാമോ? ബോളിവുഡിലെ വമ്പൻ താരങ്ങളുടെ കരിയർ രൂപപ്പെടുന്നതിലും നിലനിൽക്കുന്നതിലും അവരുടെ സെലിബ്രിറ്റി മാനേജർമാർക്കും നിർണായക പങ്കുണ്ട്. ഹൈ പ്രൊഫഷണൽ കരിയർ കൈകാര്യം ചെയ്യുന്നതിന് ആവശ്യമായ വൈദഗ്ധ്യമുള്ള ഈ മാനേജർമാർ തങ്ങളുടെ ജോലിക്ക് കോടികളാണ് വാർഷിക വരുമാനമായി വാങ്ങുന്നത്. ഷാരൂഖ് ഖാന്റെ മാനേജർ പൂജ ദഖ്ലാനി, പ്രിയങ്ക ചോപ്രയുടെ മാനേജർ അഞ്ജുല ആചാരി, കരീന കപൂർ ഖാന്റെ മാനേജർമാർ പൂനം ദമാനിയ എന്നിങ്ങനെ ബോളിവുഡിലെ പ്രധാനപ്പെട്ട സെലിബ്രിറ്റി മാനേജർമാരുടെ ശമ്പളം എത്രയാണെന്നറിയാമോ? പൂജ ദഖ്ലാനി. ഷാരൂഖ് ഖാന്റെ മാനേജർ ആണ് പൂജ ദഖ്ലാനി. 2012 മുതൽ ഷാരൂഖ് ഖാനൊപ്പം പൂജ മാനേജരായി ജോലി ചെയ്യുന്നുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം പൂജ ദഖ്ലാനി പ്രതിവർഷം 7 മുതൽ 9 കോടി രൂപ വരെയാണ് ശമ്പളം നേടുന്നത്. പൂജയുടെ ഏകദേശ ആസ്തി 45 കോടി മുതൽ 50 കോടി രൂപ വരെയാണ്. ബോളിവുഡിലെ സെലിബ്രിറ്റി മാനേജർമാരിൽ ഏറ്റവും കൂടുതൽ ശമ്പളം കൈപ്പറ്റുന്നതും പൂജ തന്നെ. അഞ്ജുല ആചാര്യ. പ്രിയങ്ക ചോപ്രയുടെ മാനേജറായ അഞ്ജുല ആചാര്യ ബോളിവുഡിന് അപ്പുറം ആഗോള തലത്തിലേക്ക് പ്രിയങ്ക ചോപ്രയുടെ സ്വാധീനം വ്യാപിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രതിവർഷം ഏകദേശം 6 കോടി രൂപയാണ് അഞ്ജുല ആചാര്യ സമ്പാദിക്കുന്നത്. പൂനം ദമാനിയ. കരീന കപൂർ ഖാന്റെ മാനേജരായ പൂനം ദമാനിയ 10 വർഷത്തിലേറെയായി താരത്തിനൊപ്പമുണ്ട്. പ്രതിവർഷം 3 കോടി രൂപയാണ് പൂനം ശമ്പളമായി കൈപ്പറ്റുന്നത് എന്നാണ് പറയുന്നത്. സൂസൻ റോഡ്രിഗസ്. രൺവീർ സിംഗിന്റെ മാനേജരായ സൂസൻ റോഡ്രിഗസ് പ്രതിവർഷം നേടുന്നത് ഏകദേശം 2 കോടിയാണ്. ജോർഡി പട്ടേൽ. സൽമാൻ ഖാന്റെ മാനേജരായ ജോർഡി പട്ടേൽ ഒരു സംരംഭകനും നിർമ്മാതാവുമാണ്. ജോർഡി പട്ടേലിന്റെ വാർഷിക ശമ്പളത്തിനെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ലെങ്കിലും ജോർഡിയുടെ ആസ്തി ഏകദേശം 40 കോടി രൂപയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ഒന്ന് ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക.